തളിപ്പറമ്പ് കരിമ്പത്ത് ജില്ലാ സ്റ്റേഡിയം നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. അധികൃതർ ഇടപെട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തളിപ്പറമ്പ് കരിമ്പത്ത് കില ക്യാമ്പസിൽ നിന്നും വിട്ടു നൽകിയ സ്ഥലത്താണ് ജില്ലാ സ്റ്റേഡിയത്തിനായി മണ്ണ് നീക്കം ചെയ്യുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ പെയ്ത മഴയിൽ ഈ സ്ഥലത്ത് വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. വെള്ളം മതിൽത്തിട്ട തുളച്ച് ശക്തമായി പുറത്തേക്ക് ഒഴുകുന്നത് സമീപത്തെ പൂമംഗലം റോഡിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. മഴ ഇനിയും ശക്തമായാൽ വെള്ളത്തിന്റെ അളവ് കൂടുകയും ഈ ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ കുന്നിന് താഴെ ഭാഗത്തെ സ്ഥലത്ത് താമസിക്കുന്ന നിരവധി വീടുകൾ തകരുന്ന സ്ഥിതിയുണ്ടാകും. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പൂമംഗലം റോഡിൽ ശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തത് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സ്റ്റേഡിയം പരിസരത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം സുരക്ഷിതമായി ഒഴുക്കിവിടാൻ ആവശ്യമായ ചാലുകൾ ഉടൻ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയുള്ളതാണ്. പക്ഷെ അവ പരിഹരിക്കാതെ ഈ പ്രദേശത്ത് ഡ്രൈനേജ് ഒന്നും എടുക്കാതെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അപാകത പരിഹരിച്ചുകൊണ്ട് ഡ്രെയിനേജ് നിർമ്മിച്ച് ചളിയും വെള്ളവും ഒഴുകിപ്പോയി നല്ല രീതിയിൽ ഉള്ള ഒരു ശരിയായ നിർമ്മാണം നടത്തേണ്ടതുണ്ട്. അതിന് അധികൃതർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. റോഡരികിലെ മൺതിട്ടയിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ ഏതു നിമിഷവും റോഡിലേക്ക് കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ഇവ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ചില്ലകൾ വെട്ടിമാറ്റി ഭാരം കുറയ്ക്കുകയോ ചെയ്യണമെന്ന ആവശ്യവുമുണ്ട്. വൻ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അധികൃതർ ഇടപെട്ട് ഈ ഭാഗത്ത് ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.